ഹലോ എവരിബഡി. ഇന്ന് ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് സാധനമാണ് ഉണ്ടാക്കുന്നത്. അതായത് അവലുപ്പുമാവ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളയവലോ, ഇതിപ്പോൾ ചുമന്ന അവലാണ്, വെള്ളയവലും എടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 300 ഗ്രാം വെള്ളയവൽ എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങ, ഉപ്പ്, പിന്നെ ഇതൊക്കെ കടുവറക്കുന്ന സാധനങ്ങളാണ്. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, പിന്നെ കുറച്ച് കരിവേപ്പില, കടുവറക്കാൻ കടുകും ഉഴുന്നുപരിപ്പും. ഇത് നമുക്ക് അവലൊന്ന് ഇതാക്കി എടുക്കണം. ഇത് തിളപ്പിച്ചാറിയ വെള്ളം, ഒരു ചെറു ചൂടുണ്ട് ഇതിന്. ഈ വെള്ളം തളിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഫുള്ളൊന്നും എടുക്കാനല്ല, ഇത് കുറച്ച് വെള്ളം തളിച്ച് നമുക്ക് ഇതിൻ്റെ ഒരു നനവ് വരുത്തുക. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പിടുക, വളരെ കുറച്ചേ ഇടാവുള്ളേ, അവലിന് വേഗം ഉപ്പ് കയറുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ ചെറു ചൂടുള്ള വെള്ളം തളിക്കുക. ഫുള്ള് തളിക്കുകയല്ല, ഉറച്ചൊന്നിങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഏകദേശം അറിയാം ഇതിനൊരു നനവ് കിട്ടുന്നത്. അവലൊക്കെ ഇപ്പം നല്ലപോലെ എല്ലാം കുതിർന്നു. ഒരുപാട് കുതിരരുത്, ഒരുപാട് കുതിരുന്നാൽ അവലങ്ങ് എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിതാവും. ഈ സമയം നമുക്ക് നമ്മുടെ ഈ തേങ്ങ ഇതിലോട്ട് ഇടാം. തേങ്ങയിലിട്ട് ഇതിനെ ഒന്ന് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. തേങ്ങയൊക്കെ ഓരോരുത്തരുടെ മനോധർമ്മത്തിനോട് അടുത്തൂടെ പോയാൽ മതിയെങ്കിൽ അത്രയും മതി, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഇടുക. എന്നിട്ട് ഇതിനെ ഒന്ന് നല്ല പോലെ പൊത്തി വയ്ക്കണം നമ്മളിതിനെ. ഈ സമയം നോക്കി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടണം. ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട്. നെയ്യ് വേണ്ടാത്തവർക്ക് വേണ്ട, ചേർക്കണമെന്നില്ല. കടുകിടുക, കുറച്ച് കൂടുതൽ ഉഴുന്ന് പരിപ്പിടുന്നില്ലേ. നമ്മൾ ഇഞ്ചി ഇടുക, കൊത്തി അരിഞ്ഞ് വെച്ച ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില. ഈ സമയം തീ ഒന്ന് കുറച്ച് വെക്കണേ. ഇഞ്ചിയൊക്കെ മൂത്ത ഒരു മണം വരുമ്പോൾ നമ്മളിവിടെ തട്ടിപ്പൊത്തി വെച്ചിരിക്കുന്ന അവൽ ഇതിലോട്ട് എടുക്കാം. അപ്പം തീ കുറച്ച് വെച്ചിരിക്കുക കേട്ടോ. നമ്മളിത് ഇനി ഒന്ന് 1 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വയ്ക്കുക. നമ്മുടെ അവലുപ്പുമാവ് ഇതാ വേഗം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കാം. ഇത് നല്ല ടേസ്റ്റുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനായിട്ട് ഞാൻ ഏത്തപ്പഴവും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഏത്തപ്പഴം പുഴുങ്ങിയതും പഞ്ചസാരയും ഇട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. ഇനിയും മധുരം ഇഷ്ടമില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ മിക്സ്ചർ നല്ലൊരു കോമ്പിനേഷനാണ്. എന്തായാലും ഏറ്റവും എളുപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കുക, ലൈക്ക് അടിക്കുക, കമൻറ്റുകളൊക്കെ തരിക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക.